السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ വിചാരണക്ക് കൊണ്ടുവരപ്പെടുന്ന ദിവസം അത് നാം നന്നായി ഭയപ്പെടണം. കാരണം അവിടുത്തെ ആ വിചാരണയിൽ നമ്മളെങ്ങാനും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളോളം ഈമാനുള്ള വ്യക്തിയാണെങ്കിൽ നരകത്തിൽ അവൻ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. എത്ര തന്നെ നന്മകൾ ചെയ്ത വ്യക്തിയാണെങ്കിൽ തന്നെയും അയാളെ ഭാഗത്തുനിന്ന് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാതെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് എങ്കിൽ നാളെ ആഖിറത്തിലെത്തുമ്പോൾ ചെയ്തു വച്ച നന്മകൾ, ഹസനാത്തുകളൊക്കെ ആരെയാണോ നമ്മൾ പ്രയാസപ്പെടുത്തിയത്, ആരെയാണ് നമ്മൾ വിഷമിപ്പിച്ചത്, ആരെയാണ് നമ്മൾ കുറ്റം പറഞ്ഞതെങ്കിൽ അവർക്കത് വിഹിതിച്ചു കൊടുക്കപ്പെടും. ഇനി അഥവാ നമുക്ക് നന്മയില്ല എങ്കിൽ, നമ്മൾ ആരെയാണോ ആക്രമിച്ചത്, പ്രയാസപ്പെടുത്തിയതെങ്കിൽ അവരുടെ തിന്മകൾ ഈ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തപ്പെട്ട് അങ്ങനെ നരകത്തിലേക്ക് തള്ളിവിടപ്പെടുന്നൊരവസ്ഥ വന്നുപോകും. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വളരെയധികം ഗൗരവത്തോടുകൂടെ പറയുന്നുണ്ട്, ഭൗതികമായ ലോകത്ത് നിങ്ങൾ ആരെയെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ്, നാളെ ആഖിറത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അയാളെ നേരിട്ട് കണ്ട് ഇവയെല്ലാം ഏറ്റുപറഞ്ഞ് അദ്ദേഹത്തോട് പൊരുത്തപ്പെടിക്കുക. നീ കേൾക്കാതെ നിന്നെക്കുറിച്ച് ഇന്നാലിന് അപരാധങ്ങൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്, ഇന്നാലിന് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുകൊണ്ട് ആ തെറ്റിദ്ധാരണ പുറത്തായിക്കൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാം നിങ്ങൾ പൂർണ്ണമായും എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് പൊരുത്തം വാങ്ങണം. അല്ലാതെ എങ്ങാൻ നമ്മൾ മരണപ്പെട്ടു പോയാൽ ആഖിറത്തിലെത്തുമ്പോൾ നാം വലിയ നിലക്ക് വിഷമിക്കേണ്ടി വരും. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ തന്നെ അത് കാരണമായി തീരും. അതില്ലാതിരിക്കാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം പൊരുത്തപ്പെടിച്ചു കൊണ്ടായിരിക്കണം ലോകത്തോട് വിട പറയേണ്ടതെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം ഗൗരവത്തോടുകൂടെ പറഞ്ഞതായി ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞതായി കാണാൻ കഴിയും, മൻ കാനത് ലഹു മദ്ലമത്തുൻ ലി അഖീഹി മിൻ ഇർദിഹി ഔ ഷൈഇൻ ഫലയതഹല്ലൽഹുൽ യൗം. ആർക്കെങ്കിലും തൻ്റെ സഹോദരൻ, തൻ്റെ കൂട്ടുകാരനെ ഏതെങ്കിലും നിലക്ക് അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിൽ വല്ലത് സംസാരിക്കുകയോ പറയുകയോ ചെയ്തു, അതല്ലെങ്കിൽ വേറെ ഏത് വിഷയമാവട്ടെ, തൻ്റെ കൂട്ടുകാരന് വേണ്ടപ്പെട്ടവന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും നിലക്ക് പ്രയാസപ്പെടുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ നിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഫലയതഹല്ലൽഹുൽ ഇന്ന് തന്നെ അഥവാ മരിക്കുന്നതിന് മുമ്പ് തന്നെ നീ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അതെല്ലാം ഏറ്റുപറഞ്ഞ് അദ്ദേഹത്തോട് പൊരുത്തപ്പെടിക്കണം. കാരണം മരണത്തിന് ശേഷം ദീനാറോ ദിർഹമോ ഉപകരിക്കാത്ത നാളെ മഹ്ശറയിൽ അവിടെ ഒരിക്കലും ധനം കൊണ്ടോ അതല്ലെങ്കിൽ വലിയ സ്ഥാനമാനമുള്ളവരുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും രൂപത്തിൽ ഒരിക്കലും ഒരാൾക്കും അവിടെ രക്ഷപ്പെടാൻ കഴിയാത്ത ദിവസം, നന്മക്ക് നന്മ പ്രതിഫലം നൽകപ്പെടുന്ന, തിന്മകൾക്ക് തിന്മ കൊണ്ട് പ്രതിഫലം നൽകപ്പെടുന്ന ആ ദിവസം, അവിടെ ഒരു ദീനാറോ ദിർഹമോ ഒരു സമ്പത്ത് ഉപകരിക്കാത്ത ദിവസം ഇവിടെ വെച്ചുകൊണ്ടുള്ളതെല്ലാം പൊരുത്തപ്പെടിക്കാതിരുന്നാൽ ആഖിറത്തിൽ നിങ്ങൾക്ക് വലിയ വിഷമങ്ങൾ നേരിടേണ്ടി വരും. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇൻ കാന ലഹു അമലുൻ സാലിഹുൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമത്തിഹി. ഇനി ഒരാൾ പൊരുത്തപ്പെടിക്കാതെ ലോകത്തോട് വിട പറഞ്ഞെങ്കിൽ ഈ വ്യക്തിക്ക് വല്ല നന്മയും ബാക്കിയുണ്ടെങ്കിൽ ആ നന്മയിൽ നിന്നും ആരെയാണോ ആക്രമിക്കപ്പെട്ടതെങ്കിൽ അവർക്ക് അതിൻ്റെ കണക്കനുസരിച്ച് വിഹിതിക്കപ്പെടും. നന്മയില്ല എങ്കിലോ ആക്രമിക്കപ്പെട്ടവൻ്റെ തിന്മകൾ ഈ ആക്രമിച്ചവൻ്റെ മേൽ ചാർത്തപ്പെടും. അങ്ങനത്തെ ഒരു അവസ്ഥ വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പായിക്കൊണ്ട് ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ട് പറഞ്ഞ് അത് പൊരുത്തപ്പെടിക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അക്കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുകയും ഏത് സമയത്തും എപ്പോഴും എവിടെ വെച്ചുകൊണ്ടും മരണം സംഭവിക്കാം, ആഖിറത്തിൽ ഞാൻ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ റബ്ബിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. കാരുണ്യവാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.